ഗുഡ് മോർണിംഗ് എവരിവൺ. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മളുടെ ദൈവം മാനവരാശിയെ വളരെയധികം സ്നേഹിക്കുന്നു. യേശുക്രിസ്തു മാനവരാശിയെ വളരെയധികം സ്നേഹിക്കുന്നത് കൊണ്ട് പിശാച് മനുഷ്യരെ വെറുക്കുന്നു, അല്ലെ? ദൈവം സ്നേഹിക്കുന്ന എന്തിനേയും പിശാച് വെറുക്കും. അത് അവൻ്റെ ഒരു സ്വഭാവമാണ്, അല്ലെ? ദൈവം നമ്മളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്, നമ്മളെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം എന്ന് പറഞ്ഞ് നടക്കുകയാണ് പിശാച്. അപ്പോൾ അതിനു വേണ്ടിയുള്ള പല രീതിയിലുള്ള കാര്യങ്ങളും അവൻ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. ടെംപ്റ്റേഷനായിട്ട്, പ്രലോഭനങ്ങളായിട്ട്, പ്രശ്നങ്ങളായിട്ട്, അസുഖങ്ങളായിട്ട്, ഡൗട്ടുകളായിട്ട്, കൺഫ്യൂഷനായിട്ട്, അല്ലെ, മാനസിക വിഭ്രാന്തിയായിട്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവൻ പിശാച് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. അങ്ങനെയാണ് അവൻ നമ്മളെ നശിപ്പിക്കണം ഒരു വിചാരം മാത്രമേ അവനുള്ളൂ. യേശുക്രിസ്തുവിനെ കൂടെ പ്രലോഭിപ്പിക്കാൻ നോക്കിയ ഒരു വ്യക്തിയാണ്, അല്ലെ? പക്ഷെ നമ്മളുടെ ദൈവം നമ്മളെ സക്സസ്ഫുൾ ആക്കുന്നതിന് വേണ്ടി എല്ലാം സഹിച്ചു, അല്ലെ? അത് പ്രലോഭനത്തിലൊന്നും അകപ്പെട്ടില്ല. പിശാചിന്റെ പ്രലോഭനത്തെക്കാളൊക്കെ എത്രയോ വലുതാണ് യേശുക്രിസ്തുവിന്റെ റൈച്ചസ്നെസ്, അല്ലെ? അപ്പോൾ നമ്മൾക്ക് വേണ്ടി ദൈവം ഈ ലോകത്തിലേക്ക് വന്ന് പല കാര്യങ്ങളും സഹിച്ചു. നമ്മൾക്കൊരു ജീവിതം നമ്മളുടെ മുമ്പിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് തന്നിട്ടാണ് യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് പോയിരിക്കുന്നത്. ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ പിശാച് നമ്മുടെ ജീവിതത്തിലേക്ക് ഇനി ടെംപ്റ്റേഷൻ ആയിട്ട് വന്നാലും നമ്മൾ വീണു പോകേണ്ട കാര്യമില്ല, വീണു പോകത്തില്ല. യേശുവിൻ്റെ ഒപ്പമുള്ളവരാണെങ്കിൽ ഒരു കാലത്തും വീണു പോകത്തില്ല. ഹോളി സ്പിരിറ്റാണ് നമ്മുടെ ജീവിതത്തിൽ വർക്ക് ചെയ്യുന്നതെങ്കിൽ, ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ ഒരിക്കൽ പോലും വീണു പോകത്തില്ല സൈറ്റന്റെ ടെംപ്റ്റേഷനിൽ, അല്ലെ? അപ്പോൾ എനിക്കിന്ന് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, യേശുവിൻ്റെ ടെംപ്റ്റേഷൻ വിൽഡർനെസ്സിൽ, അല്ലെ, ആ മരുഭൂമിയിൽ യേശുവിനെ പിശാച് ടെംപ്റ്റ് ചെയ്തതിനെ പറ്റി, പ്രലോഭിപ്പിച്ചതിനെ പറ്റിയാണ് സംസാരിക്കുള്ളൂ. അപ്പോൾ അതിന് മുമ്പായിട്ടൊന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം സംസാരിക്കും. കർത്താവേ, ഈ സമയത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ സ്നേഹം പോലത്തെ സ്നേഹമില്ല വേറെ. കർത്താവെ, ഞങ്ങളെ ഇത്രമാത്രം കാത്ത് സൂക്ഷിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു. കർത്താവ്, ഒരു കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ തൻ്റെ ചെറുകിൻ്റെ കീഴിൽ സൂക്ഷിക്കുന്ന പോലെയാണ് അങ്ങ് ഞങ്ങളെ സൂക്ഷിക്കുന്നത്. പിതാവേ, യേശു നന്ദി. പിതാവ്, യേശു അങ്ങ് തിരിച്ചു വരുന്നു ഉടനെ തന്നെ. അതിനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുന്നു. അബ്ബാ ഫാദർ, അങ്ങയുടെ സ്നേഹത്തിന് നന്ദി പറയുന്നു. ഹോളി സ്പിരിറ്റ് ഗോഡിന് നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിന് ആമേൻ. മത്തായി എഴുതിയ സുവിശേഷം എന്ന് വായിക്കാം. 4-ാമത്തെ ചാപ്റ്ററിന്റെ 1 തൊട്ട് 11 വരെയുള്ള വാക്കുകൾ ഇങ്ങനെയാണ് പറയുന്നത്. മത്തായി സുവിശേഷന്റെ മാത്യുവിന്റെ 4-ാമത്തെ ചാപ്റ്ററിന്റെ 1 തൊട്ട് 11 വരെയുള്ള വാക്കുകൾ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അപ്പോൾ നമുക്ക് ഹോളി സ്പിരിറ്റ് ഗോഡ് അങ്ങനെ നമ്മളെ പ്രലോഭിപ്പിക്കപ്പെടാൻ വേണ്ടി നടത്തുമോ, അങ്ങനെയൊക്കെ ഉള്ള ഒരു ഡൗട്ട് ഉണ്ടല്ലോ. പക്ഷെ ഇവിടെ യേശുവിനെ ഹോളി സ്പിരിറ്റ് ഗോഡ് മരുഭൂമിയിലേക്ക് നടത്തിയിരിക്കുകയാണ്. ടെംപ്റ്റേഷന് വേണ്ടി, ടെംപ്റ്റ് ചെയ്യപ്പെടുന്നതിന്, പരീക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ എന്ന് വെച്ചാൽ, എന്തിനാണ് മരുഭൂമിയിലേക്ക് നയിച്ചത്, അല്ല? അപ്പൊ ഇതിനു മുമ്പുള്ള ചാപ്റ്റർ നമ്മൾ നോക്കുമ്പോൾ യേശുവിന്റെ ബാപ്റ്റിസം നടക്കുന്നു. ജോൺ ദ ബാപ്റ്റിസം കൊടുക്കുന്നു യേശുക്രിസ്തുവിന്. അതിനുശേഷം യേശു വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്ന സമയത്ത് പിതാവ് ഇങ്ങനെ പറയുന്നു, എൻ്റെ പ്രിയപുത്രൻ, ഇവൾ ഞാൻ വെൽ പ്ലീസ്ഡ് ആണ് എന്ന് പറയുന്നു, അല്ലെ? എല്ലാവരും കേൾക്കെ പറയുന്ന കാര്യം അത്. അപ്പൊ അതിനുശേഷമാണ് മരുഭൂമിയിലേക്ക് ആത്മാവ് യേശുവിനെ നയിക്കുന്നത്. അപ്പൊ എന്തിനാണ് മരുഭൂമിയിലേക്ക് നയിച്ചത്? നമുക്കറിയാം, ഈ ടെംപ്റ്റേഷൻ ഇവിടെ നടത്താൻ, എന്താ പറയുക, ഈ പരീക്ഷണം യേശുവിന്റെ ജീവിതത്തിൽ നടക്കാനുള്ള കാര്യം തന്നെ. ഇവിടെ പരീക്ഷണം എന്നാണ് എഴുതിയിരിക്കുന്നെങ്കിൽ KJV പോലുള്ള ബൈബിളിൽ, അല്ലെ, വേർഷൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന, ഇംഗ്ലീഷ് ബൈബിളിനകത്ത് പറഞ്ഞിരിക്കുന്ന ടെംപ്റ്റേഷൻ എന്നുള്ളൊരു വാക്കാണ്, എന്ന് പറഞ്ഞ പ്രലോഭനം എന്നുള്ളൊരു വാക്കാണ്. അപ്പോൾ എന്തിനാണ് പ്രലോഭിക്കാൻ അനുവദിച്ചു കൊടുത്തത് ഹോളി സ്പിരിറ്റ് ഗോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം, മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ, ഉൽപ്പത്തിയിലേക്ക് വരുവാണ്. ഉൽപ്പത്തി പുസ്തകത്തിന് 1-ാമത്തെ ചാപ്റ്ററിൽ വരുവാണെങ്കിൽ 26 തൊട്ട് 28 വരെയുള്ള വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, മനുഷ്യനെ ദൈവത്തിന്റെ സാദൃശ്യത്തിലാണ് സൃഷ്ടിച്ചത്, അല്ലെ? രൂപത്തിൽ സാദൃശ്യപ്രകാരവുമാണ് നമ്മളെ സൃഷ്ടിച്ചിരുന്നത്. അപ്പൊ മനുഷ്യനെ, ആദത്തിനെ ഈവിനെയും സൃഷ്ടിച്ച സമയത്ത് ദൈവത്തിന്റെ ഗ്ലോറി കൊണ്ട് പൊതിയൊക്കെ ചെയ്തത്. അപ്പൊ നമ്മളോട് ദൈവം പറഞ്ഞു, മനുഷ്യവർഗത്തോട് ദൈവം പറഞ്ഞു, ആദത്തിനോട് ഈവിനോട് ദൈവം പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, സകലത്തിനും മുകളില് ഡൊമിനിയൻ ഉണ്ടാകും, അല്ലെ? എന്ന് പറഞ്ഞാല് ഭൂമിയെയും വാഴുക, സകല ചരാചരങ്ങളെയും വാഴുക, അല്ലെ? നമ്മള് മൾട്ടിപ്ലൈ ചെയ്യട്ടെ, അല്ലെ? സന്താന പുഷ്ടിയുള്ളവരായിട്ട് പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അവിടെ അതിനെ അടക്കി, സമുദ്രത്തിൽ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതികൾമേലും സകല
പൂച്ച ജന്തുവിന്മേലും വാഴുവിൻ എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പൊ ഒന്നാമത്തെ ചാപ്റ്റർ, ഉൽപ്പത്തിന്റെ ഒന്നാമത്തെ ചാപ്റ്റർ 28ാമത്തെ വാക്കാണ് ഞാൻ ഇപ്പൊ പറഞ്ഞപ്പോ നമ്മളോട് അടക്കി വാഴാനാണ് പറഞ്ഞിരുന്നത്. ഈ ഭൂമിയിലുള്ള സകലതിനെയും അടക്കി വാഴുള്ള അവകാശം നമുക്ക് തന്നിരുന്നു. പക്ഷെ എന്തു പറ്റി? ഗാർഡൻ ഓഫ് ഈഡനിൽ വെച്ച്, അല്ലെ, ഈഡൻ തോട്ടത്തിൽ വെച്ചിട്ട്, ഏദൻ തോട്ടത്തിൽ വെച്ചിട്ട് പിശാച് വന്ന് ഹവ്വയെ ടെംപ്റ്റ് ചെയ്തപ്പോ, ഈവിനെ ടെംപ്റ്റ് ചെയ്തപ്പോ അതുവഴി ആടവും വീണുപോയി, അല്ലെ. അപ്പൊ മനുഷ്യവർഗം മൊത്തം വീണു. അപ്പൊ ഏദൻ തോട്ടത്തെ പറ്റി പറയുമ്പോ, ഈഡനെ പറ്റി പറയുമ്പോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ദൈവത്തിന്റെ പ്രസൻസ് ഉള്ള സ്ഥലമായിരുന്നു, അല്ലെ. ദൈവം ഉണ്ടായിരുന്നു. ദൈവം കൂൾ ഓഫ് ദ ഡേ എന്ന് പറഞ്ഞ ആ തണുത്ത സമയത്ത്, ഈവനിങ്ങിലായിരിക്കും മിക്കവാറും തന്നെ, അല്ലെങ്കിൽ മോർണിംഗ്, നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ആ സമയത്ത് ദൈവം ഇവരെ വന്ന് മീറ്റ് ചെയ്യുമായിരുന്നു. എല്ലാ ദിവസവും വരുമായിരുന്നു, സംസാരിക്കും. ദൈവത്തിന്റെ അതിമനോഹരമായ പ്രസൻസ് ഉള്ള ഒരു സ്ഥലം, അല്ലെ. ഡേവിഡ് ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഡേവിഡ് 27ാമത്തെ സങ്കീർത്തനൊക്കെ എടുത്ത് വായിക്കുമ്പോൾ ഡേവിഡ് ഇങ്ങനെ പറഞ്ഞിരിക്കും, ദൈവം എനിക്ക് അങ്ങയുടെ പ്രസൻസിൽ ഇരിക്കണം എന്ന് പറയുന്നത്. അപ്പൊ ദൈവത്തിന്റെ 16ാമത്തെ സങ്കീർത്തനത്തിൽ പറയുന്നത് ദൈവത്തിന്റെ പ്രസൻസിലാണ്, ദൈവത്തിന്റെ ആ സാമീപ്യത്തിലാണ് എന്താ പറയുക, ആനന്ദത്തിന്റെ, അല്ലെ, ജോയുടെ മൂർദ്ധക്യമായിട്ടുള്ള അവസ്ഥയുള്ളത്. ദൈവത്തിന്റെ പ്രസൻസ് എന്ന് പറയുമ്പോൾ, ദൈവത്തിന്റെ അടുത്തിരിക്കുമ്പോൾ അത് വളരെയധികം എന്താ പറയുന്നത്, ആനന്ദം തരുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലമായിരുന്നു ഏദൻ തോട്ടം. സ്വർഗം പോലെയായിരുന്നു. എല്ലാ ലക്ഷറിയും ഉണ്ട്, ഫുഡുണ്ട്. ജോബൊന്നും ചെയ്യണമെന്ന് ദൈവം അടുത്തോണ്ട് ഇവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വെറുതെ മെയിൻ്റെനൻസ് വർക്ക്, അല്ലേ, മെയിൻറ്റെയിൻ ചെയ്താൽ മതിയായിരുന്നു ഗാർഡനെ. അതെല്ലാം ഉണ്ട്. ദൈവത്തിന് പ്രസൻസ് കൊടുത്ത് സകല വിധത്തിലുള്ള എന്താ പറയാ ബ്ലെസ്സിങ്ങും അഭിവൃദ്ധിയും എല്ലാം ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു ഈഡൻ തോട്ടം, അല്ലെ. അതിന്റെ നടുക്ക് വെച്ചിട്ടാണ് എല്ലാം ഉണ്ടായിരുന്ന സമയത്ത്, വയറിന്റെ അകത്ത് ഫുള്ള് ഫുഡൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് ഈവിനെ വന്നിട്ട് ആടത്തെ ഈവിനെയും ഈ പിശാചി ടെംപ്റ്റ് ചെയ്യുന്നത്, അല്ലെ, പ്രലോഭിപ്പിച്ച് അവര് വീണു പോകുന്നതിന്റെ കാര്യം. ഇവിടെ യേശുക്രിസ്തു 40 ദിവസം രാവും പകലും ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിച്ചായിരുന്നു എന്ന് അറിഞ്ഞൂടെ. കാരണം വിശന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്, ദാഹിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ വിശന്നു. അപ്പൊ വിശന്ന് പറയുമ്പോ ഫുഡ്, അല്ലെ, ഫുഡ് കഴിക്കാതെയുള്ളു. അപ്പൊ 40 രാവും പകലും ഫുഡ് കഴിക്കാതിരുന്ന സമയത്തും കൂടെ എന്താ പറയാ പ്രലോഭിപ്പിക്കപ്പെടത്തില്ല, പരീക്ഷിക്കപ്പെടത്തില്ല എന്ന് കാണിക്കുക ചെയ്യുന്നത്. അപ്പൊ അതിനാണ് ഈഡൻ തോട്ടത്തിൽ വെച്ച് നമുക്ക് എന്താണ് നഷ്ടപ്പെട്ടു പോയത്, അത് മരുഭൂമിയിൽ വെച്ച് യേശു നമുക്ക് വാങ്ങിച്ചു തരുകയും ചെയ്യുന്നു. യേശുവിന്റെ ക്രോസ് ഓഫ് കാൽവറിയിലെ മരണം കൊണ്ട് നമ്മളെ സക്സസ്ഫുൾ, എന്താ പറയുക, നമ്മളെ വിക്ടോറിയസ് ആക്കുകയാണ് ചെയ്തിരിക്കുന്നത്, അല്ലെ. ഇവിടെ മരണത്തിന്റെ കാര്യമല്ല പറയുന്നത്. പക്ഷെ ഈ പിശാചിനെ ദൈവം കാണിച്ചു കൊടുക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളെ വിക്ടോറിയസ് ആക്കുകയാണ്. നമ്മളെ പിശാച് എവിടെ നമ്മളെ നശിപ്പിച്ചോ അതിനേക്കാൾ ഏറ്റവും ലക്ഷറിയിൽ നിൽക്കുമ്പോൾ നമ്മളെ നശിപ്പിച്ചപ്പോൾ, നമ്മൾക്ക് ഉണ്ടായിരുന്ന നമ്മുടെ എല്ലാ നന്മയും നശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ, ഇവിടെ ഒന്നുമില്ലാതെ ഇത് മരുഭൂമി എന്ന് പറയുമ്പോൾ ഒന്നുമില്ലാത്ത സ്ഥലമാണല്ലോ, വെള്ളം പോലും ഇല്ലാത്ത സ്ഥലമാണല്ലോ, ഉണങ്ങി വരണ്ട് കിടക്കുന്ന സ്ഥലത്ത്. അവിടെ വെച്ച് ഒന്നാമത്തെ ആടും എന്താ പറയുക ഈഡൻ തോട്ടത്തിൽ വെച്ച് നശിച്ചു പോയെങ്കിൽ, വീണു പോയെങ്കിൽ, അവസാനത്തെ ആടമായിട്ടുള്ള യേശുക്രിസ്തു ഈ മരുഭൂമിയിൽ വെച്ച് വിക്ടോറിയസ് ആക്കി കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് മരുഭൂമിയിലേക്ക് കൊണ്ടുപോയത്. ഇനി അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്ന്, ദൈവപുത്രൻ എങ്കിൽ കല്ലു അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. ദൈവപുത്രൻ എന്നുള്ളതിനെ പറ്റി, കല്ല് അപ്പമായി തീരുവാൻ എന്നുള്ളതിനെ പറ്റി ഇച്ചിരി കാര്യം പറയുവാണെങ്കിൽ, ദൈവപുത്രൻ എന്ന് പിശാച് ചോദിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്നാമത് യേശുവിനെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി, ഒന്ന് പ്രലോഭിപ്പിക്കാൻ വേണ്ടി ചോദിച്ച ചോദ്യം, നീ ദൈവപുത്രനാണ് എന്നെ ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, യേശുക്രിസ്തു ദൈവപുത്രനാണെന്നുള്ള കാര്യം പിശാചിന് വലിയ പിടുത്തമൊന്നുമില്ല. അപ്പൊ അതൊന്ന് അറിയാൻ വേണ്ടി, അപ്പൊ ഇവന് ഈ ദൈവപുത്രൻ എന്നുള്ള ഐഡിയ എവിടെ നിന്ന് കിട്ടിയിരിക്കുന്നത്, മൂന്നാമത്തെ ചാപ്റ്റർ, മത്തായിയുടെ തന്നെ 3ാമത്തെ ചാപ്റ്ററിൽ നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ. എന്താ പറഞ്ഞാൽ, യേശുവിന്റെ ബാപ്റ്റിസം കഴിഞ്ഞ് വരുമ്പോ പിതാവ് തന്നെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഇവൻ എന്റെ പ്രിയപുത്രൻ. 17ാമത്തെ വാക്കും, മത്തായിയുടെ സുവിശേഷം 3ാമത്തെ ചാപ്റ്ററിന് 17ാമത്തെ വാക്യം പറഞ്ഞിരിക്കുന്നത്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പൊ ദൈവം പറയുന്നത് പിശാചു കേട്ടു, അല്ലെ. അപ്പൊ കേട്ട് കഴിഞ്ഞപ്പോ അപ്പൊ പിശാചിന് ഡൗട്ട്, ദൈവപുത്രൻ എന്ന് പറയുമ്പം ദൈവം തന്നെയാണ്, അല്ലെ. എന്ന് പറഞ്ഞാല്
ഇത് തന്നെ കാര്യം ദൈവപുത്രനാണെന്നാണ് യേശു പറയുന്നതെന്നുള്ളതാണ് ഫാരിസീസിനും സാദുസീസും പരീശന്മാർക്ക് സാദുസീസുകൾക്കും ഉണ്ടായിരുന്ന കംപ്ലൈന്റ് അല്ലെ. യേശുവിനെ പറ്റിയുള്ള കംപ്ലൈന്റ് അത് തന്നെയായിരുന്നു. അപ്പം നമുക്കറിയാം ജോൺ എഴുതിയ സുവിശേഷം ജോൺ എഴുതിയ സുവിശേഷം 5-ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ഇങ്ങനെ തന്നെയാ പ്രശ്നം. ഇവര് എപ്പോഴും ഉന്നയിച്ചുകൊണ്ടിരുന്ന പ്രശ്നം അല്ലെ, യേശു പറയുന്നു ഇങ്ങനെ താൻ ദൈവത്തിന്റെ പുത്രനാണ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പുത്രനാണെന്ന് പറയുമ്പോൾ ദൈവവുമായിട്ട് ഈക്വൽ ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ താൻ ദൈവം തന്നെയാണെന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിശാചിന് മനസ്സിലായത് ഇത് ദൈവപുത്രനാണെങ്കിൽ ദൈവം തന്നെയാണല്ലോ. ഒരു ദൈവം എങ്ങനെയാണ് മനുഷ്യന്റെ രൂപത്തിലേക്ക് വരുന്നത് അല്ലെ? അതാണ് അവിടുത്തെ കൺഫ്യൂഷൻ. ഇപ്പൊ പിശാചിന് ദൈവത്തെ അറിയാം. കാരണം പിശാച് ദൈവത്തിന് മുമ്പിൽ നിന്നുന്ന ചെറൂബാണ് അല്ലെ. അപ്പൊ പിശാചിന് ദൈവം സ്പിരിറ്റ് ആയിട്ട് അറിയാം. പക്ഷെ ഈ മനുഷ്യന്റെ രൂപത്തിൽ എങ്ങനെ ദൈവം വരും അതിവന് മനസ്സിലാകുന്നില്ല. അതൊന്നും അറിയാനും കൂടെയാണ് പിശാച് വന്നിരിക്കുന്നത്. നീ ദൈവത്തിന്റെ പുത്രനാണോ എന്ന് പറഞ്ഞാൽ നീ ദൈവം തന്നെയാണോ? ദൈവം എങ്ങനെ മനുഷ്യന്റെ രൂപത്തിൽ ഇവിടെ വരും? അത് പിശാചിന് കാര്യം പിടികിട്ടേയില്ല. ദൈവത്തിന്റെ വിസ്ഡം അല്ലെ, ദൈവത്തിന്റെ ജ്ഞാനം പിശാച് എങ്ങനെ കടന്ന് കിണഞ്ഞ് പരിശ്രമിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും നടക്കാത്തൊരു കാര്യമല്ല. അപ്പൊ ഇതാണ് അവനിപ്പോ രണ്ട് കാര്യത്തിന് വന്നിരിക്കുക. പിശാചിന് അവന് ദൈവപുത്രൻ തന്നെയാണ് യേശു എന്ന് അറിയുകയും ചെയ്യണം, പിന്നെ യേശുവിനെ ഒന്ന് പരീക്ഷിക്കുകയോ ഒന്ന് പ്രലോഭിപ്പിക്കുകയും ചെയ്യുകയും വേണം അല്ലെ. അതിനുവേണ്ടി അവൻ ഇവൻ വന്നിരിക്കുന്നത്. ഇവൻ ചോദിക്കുക ദൈവപുത്രൻ എങ്കിൽ ഈ കല്ല് അപ്പമാക്കി തീരുവാൻ കൽപ്പിക്കുന്നു. ഈ കല്ലിനെ അപ്പമാക്കുന്നുള്ള ഐഡിയ ഇവൻ എവിടെ നിന്ന് അല്ലെ. പിശാച് എന്ന് പറയുന്നത് അവൻ ദൈവത്തെ പോലെ ബുദ്ധിമതിയല്ല, അവൻ ക്രുക്കടാണ്, അവൻ കണ്ണിങ് ആയിട്ടുള്ള വ്യക്തിയാണ് അല്ലെ. കുരുട്ട് ബുദ്ധിയാണ് പിശാചിനുള്ളത്, അവന് നേരെ ചൊവ്വയുള്ള ബുദ്ധിയല്ല അല്ലെ. നമ്മുടെ ദൈവത്തിന് എന്താ പറയണ ബുദ്ധിയാണ് അല്ലെ. ശരിക്കുമുള്ള ബുദ്ധിയാകുമ്പോ ക്രിയേറ്റർ ഗോഡ് അല്ല. അപ്പൊ എന്താ പറയാ ബുദ്ധി കൊണ്ട് ദൈവത്തിന് ചിന്തിക്കാൻ പറ്റുമെങ്കിൽ പിശാചിന് അങ്ങനെയില്ല. പിശാചിനെ കാണുന്നതിന് ഈ കുരുട്ടുബുദ്ധി മാത്രമല്ല. അപ്പൊ പിശാചിന് ഇതെങ്ങനെയാണ് കല്ലിൽ നിന്ന് അപ്പമാക്കി തീർക്കുന്നുള്ള ഐഡിയ കിട്ടിയത് അത് എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോൺ ദ ബാപ്റ്റിസ്റ്റ് പറഞ്ഞതാണ്. ജോൺ ദ ബാപ്റ്റിസ്റ്റ് പറയുന്നതെന്ന് കേട്ടതാണ്. അപ്പൊ പിശാച് നമ്മൾ പറയുന്ന കാര്യങ്ങൾ എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നു. നമ്മളുടെ സംസാരത്തിൽ നിന്ന് അവന് കാര്യങ്ങൾ പിടികിട്ടും. നമ്മളെ ഹോബിയിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന നമ്മുടെ ഹാബിറ്റുകൾ അല്ലെ, നമ്മൾ ഓരോ ദിവസം ചെയ്യുന്ന കാര്യത്തിൽ നിന്ന് എല്ലാം നമ്മുടെ സ്വഭാവം അവന് മനസ്സിലാകുന്നു അല്ലെ. നമ്മൾ ബൈബിള് വായിക്കുന്ന ഒരു വ്യക്തിയാണ്, പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്, അവർക്ക് നോക്കി അത് നിന്നോണ്ടിരിക്കും. എന്താ പറയാ ലോകത്തിന്റെ പരമായിട്ടുള്ള രീതിയിൽ നടക്കുന്ന വ്യക്തികളാണെങ്കിൽ അതിനെപ്പറ്റി നമ്മളെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടായിരിക്കും അല്ലെ. പിശാച് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതെല്ലാം നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ മത്തായി സുവിശേഷം 3-ാമത്തെ ചാപ്റ്ററിൽ 9-ാമത്തെ വാക്കില് ഇങ്ങനെ എന്താ പറയണ ജോൺ ദ ബാപ്റ്റിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറയാൻ തുനിയരുത്. ഈ കല്ലുകളിൽ നിന്നും അബ്രഹാമിന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പൊ പരീശന്മാരും ശാസ്ത്രിമാരും സ്നാനം എടുക്കാൻ വേണ്ടി ജോൺ ദ ബാപ്റ്റിസ്റ്റിന്റെ കയ്യിൽ നിന്ന് സ്നാനം എടുക്കാൻ വേണ്ടി വന്നപ്പോൾ അവരോട് ജോൺ ദ ബാപ്റ്റിസ്റ്റ് പറഞ്ഞൊരു വാക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് അത് പറയുന്നത് പിശാച് കേട്ടപ്പോ കല്ലിൽ നിന്ന് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാൻ കഴിവുള്ള ദൈവമാണ്, കല്ലിൽ നിന്ന് അപ്പം കൊടുക്കാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ദൈവത്തിന് എന്നും മനസ്സിലാക്കിയ പിശാച് അതേ വാക്ക് വന്ന് ഇവിടെ യേശുക്രിസ്തുവിനോട് പറയാം, കല്ലിൽ നിന്ന് അപ്പം ഒന്നും ഉണ്ടായി കാണിക്കുക, നീ ദൈവത്തിന്റെ പുത്രനാണ്. ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നത് നീ ദൈവമാണെങ്കിൽ. അപ്പം ജോൺ ദ ബാപ്റ്റിസ്റ്റ് പറഞ്ഞു കേട്ടല്ലോ അപ്പം കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാൻ കഴിയുമെങ്കിൽ നീ ദൈവം തന്നെയാണെങ്കിൽ അല്ലെ, നീ ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ നീ അപ്പം ഒന്ന് ഉണ്ടാക്കി എന്നെ ഒന്ന് കാണിക്കുക എന്ന് പറയുവാണ്. ടെംപ്റ്റേഷൻ അല്ലെ. അപ്പം നമ്മുടെ ദൈവം അതിന് ഞാൻ ദൈവത്തിന്റെ മകനൊന്നുമല്ല, ഞാൻ ദൈവത്തിന്റെ അല്ല എന്നോ ഞാൻ ദൈവത്തിന്റെ മകനാണോ എന്നൊന്നും പറയാൻ പോയില്ല. അതിന് പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മനുഷ്യൻ എന്താ പറയണേ അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത്, ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പിശാചിനോട് യേശു പറഞ്ഞത് ഡ്യൂട്രോണമിൽ നിന്നാണ്, ഓൾഡ് ടെസ്റ്റ്മെന്റിൽ നിന്നാണ്, ലോയിൽ നിന്നാണ് കോട്ട് ചെയ്തിരിക്കുക. താഴേക്ക് വരെ നമുക്ക് കാണാൻ പറ്റുമോ പിശാചും യേശുവിനെ എതിർത്ത് നിൽക്കാൻ യേശുവിനോട് ടെംപ്റ്റ് ചെയ്യാൻ വേണ്ടി ടെംപ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളെല്ലാം ഓൾഡ് ടെസ്റ്റ്മെന്റ് ലോയിൽ നിന്നുള്ളതായിരുന്നു. അപ്പൊ അതേ ലോ തന്നെ എടുത്താണ് യേശു ക്രിസ്തു ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ നമുക്കറിയാം യേശു 40 ദിവസത്തെ എന്താ പറയണ ഫാസ്റ്റിംഗ് കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. യേശുവിന് വിശന്നിരിക്കുന്ന സമയമാണ്, ആവശ്യമുള്ള ഒരു സമയമാണ് അല്ലെ. ആവശ്യമെന്നൊരു അത്യാവശ്യം 40 ദിവസത്തെ ഫാസ്റ്റിംഗ് രാത്രിയും പകലെടുത്ത ഫാസ്റ്റിംഗ് കഴിയുമ്പോഴേക്ക് ഏതൊരു വ്യക്തിക്കാണെങ്കിലും ഭക്ഷണം കഴിച്ചേ പറ്റും.
അങ്ങനെ ഒരു അത്യാവശ്യം ഉണ്ടായിരിക്കുന്ന സമയത്ത് വന്നാണ് അതേ കാര്യം തന്നെ, എന്താണ് ആവശ്യം അതേ കാര്യം തന്നെ ഇവിടെ നീ ഇങ്ങനെ ചെയ്ത് കഴിച്ചു, ഇങ്ങനെ ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കി, കല്ലിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു. ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ട്രൂത്ത്, ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ അല്ലെ, ഒരു പ്രൊസീജിയർ പറഞ്ഞ് ദൈവത്തിന് യേശു ക്രിസ്തുവിനും കൂടെ കൊടുക്കാൻ വേണ്ടി ഇവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ യേശു പറയുന്നത് ഇവിടെ ഇല്ല, മനുഷ്യൻ ഭക്ഷണം കൊണ്ട് മാത്രം ജീവിക്കുന്നത് ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനത്താലും ജീവിച്ചിരിക്കുന്നു. ഇപ്പോൾ എനിക്കിവിടെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളുടെ എന്തെങ്കിലും വളരെയധികം അത്യാവശ്യം നിൽക്കുന്ന സമയത്ത് നമ്മൾക്ക് എന്തെങ്കിലും ജീവിതത്തിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ നമ്മൾക്കതിന് സൊല്യൂഷൻ കിട്ടിയാലേ പറ്റത്തുള്ളൂ അല്ലെ എന്ന് പറയുമ്പോൾ, എന്തെങ്കിലും ഇപ്പൊ ആരെങ്കിലും അസുഖമായിട്ട് കിടക്കുന്നു, അവര് അസുഖത്തിൽ നിന്ന് വിടുവിച്ചേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ നമ്മളൊരു പ്രോബ്ലത്തിലായിരിക്കുന്ന സമയം, എങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രോബ്ലത്തിലായിരിക്കുമ്പോൾ നമുക്കൊരു വിടുതൽ അതിൽ നിന്ന് കിട്ടിയേ പറ്റത്തുള്ളൂ, ഇപ്പൊ തന്നെ കിട്ടിയേ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു സിറ്റുവേഷൻ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, അങ്ങനെ പലരും ജീവിതത്തിൽ കടന്നുപോയിട്ടുള്ളവരാണല്ലോ. അങ്ങനെ വരുമ്പോ ആ ഒരു സിറ്റുവേഷൻ നമ്മളുടെ ജീവിതത്തിനെതിരായിട്ട് പിശാച് ഉപയോഗിക്കുക തന്നെ ചെയ്യും. അതാണ് ഇവിടെ ദൈവത്തോട് യേശു ക്രിസ്തുവിനോട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവൻ അത് ഉപയോഗിക്കുക തന്നെ ചെയ്യും. ദൈവത്തിന്റെ വചനമാണ് പറയുന്നുള്ള രീതിയിൽ അവൻ കൊണ്ടുവന്ന് ഓരോ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഇടും. അത് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ട്രൂത്ത്. ഇപ്പൊ ഒരു വചനവുമായിട്ട് അവൻ വരുവാണെങ്കിൽ അത് പിശാച് തന്നെയാണോ നമുക്ക് അറിയത്തില്ലല്ലോ. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ദൈവത്തിൽ നിന്ന് കിട്ടിയൊരു വചനമാണെന്ന്. പക്ഷെ അപ്പൊ നമ്മൾ ഒരു കാര്യം എപ്പോഴും ചെയ്യണം, എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. അത് കൺഫർമേഷൻ ദൈവത്തിന് ചോദിക്കണം. ദൈവമേ, എനിക്കൊരു വചനം കിട്ടിയിട്ടുണ്ട്, ഈ വചനം അങ്ങിൽ നിന്നാണോ? ചിലപ്പോൾ വല്ല പ്രോഫറ്റുമാർ വഴി ഇങ്ങനെ സംസാരിക്കാം അല്ലെ, പ്രോഫറ്റുമാർ വഴി, നമ്മുടെ ചർച്ചിലെ പാസ്റ്റർമാർ വഴി, അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ വഴി ദൈവം നമ്മളോട് സംസാരിക്കുക. അതോടൊപ്പം തന്നെ പിശാചും സംസാരിക്കുക. ചിലപ്പോൾ നമ്മൾ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ദൈവം നമ്മളോട് സംസാരിക്കുന്ന പോലെ തന്നെ പിശാചും ഓരോ വചനം എടുത്ത് നമ്മുടെ കണ്ണിലേക്ക് തരാൻ ശ്രമിക്കും. കാരണം നമ്മൾ അത്യാവശ്യത്തിന് നടക്കു നിൽക്കുമ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും സൊല്യൂഷൻ കിട്ടിയാൽ മതി എന്നുള്ള ആ സമയത്ത് നമുക്ക് അങ്ങനെയായിരിക്കും തോന്നുന്നത്. അപ്പൊ അതിന് ഇവൻ നമ്മളെ ടെംപ്റ്റ് ചെയ്യാൻ വേണ്ടി, പരീക്ഷിക്കാൻ വേണ്ടി, ഓരോ പ്രലോഭനത്തെ അകപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ ഓരോ കാര്യങ്ങളുമായിട്ട് വരും. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഒരു വചനം കിട്ടുവാണെങ്കിൽ ദൈവത്തിൽ നിന്നുള്ള വചനമാണെന്ന് ഉറപ്പില്ല എങ്കിൽ അത് ദൈവത്തോട് ചോദിക്കും. ഉറപ്പുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ദൈവത്തോട് ചോദിക്കും, ദൈവം എനിക്കൊന്ന് കൺഫർമേഷൻ തന്നെ, എനിക്കൊന്ന് കൺഫേം ചെയ്ത് തരണം, അങ്ങനെ എന്നുള്ളതാണ്, ഇത് കൺഫേം ചെയ്ത് തരണം, അല്ലെങ്കിൽ ഇത് എന്റെ ജീവിതത്തിൽ പോട്ടെ എന്ന് ചോദിക്കണം. അപ്പൊ കാരണം ദൈവത്തിന് നമ്മൾ എപ്പോഴും ബുദ്ധിപരമായിട്ട് നീങ്ങണമെന്നാണ് ദൈവത്തിന് ആഗ്രഹത്തിൽ. ദൈവത്തിൽ നിന്നുള്ളതാണ് ദൈവം അത് കൺഫേം ചെയ്ത് തരുക തന്നെ ചെയ്യും, അത് ഉറപ്പിച്ച് തരുക തന്നെ ചെയ്യും. അല്ലെങ്കിൽ ദൈവം ഉറപ്പിച്ച് തരത്തില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ വരുന്ന വചനം അല്ലെങ്കിൽ ആരെങ്കിലും വഴി പറയുന്നതാണ് അത് അപ്പാടെ തന്നെ കളയുക അല്ലെ. ദൈവം ഉറപ്പ് തരുന്നില്ലെങ്കിൽ, ദൈവനെ നമ്മൾ നയിക്കുന്നില്ലെങ്കിൽ എന്ത് വചനം എന്ന് പറഞ്ഞാലും അത് അപ്പാടെ തന്നെ കളയുക. ഇനി ഇവിടെ യേശുക്രിസ്തു ടെംപ്റ്റേഷനിൽ അകപ്പെട്ട് സമ്മതിച്ചത് അല്ലെ, യേശു ദൈവമാണല്ലോ, ദൈവം ഇങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോകാൻ സമ്മതിച്ച് നമ്മൾക്ക് വേണ്ടിയാണ്, നമ്മളെ സക്സസ്ഫുൾ ആക്കുന്നതിന് വേണ്ടിയാണ് അല്ലെ. അപ്പൊ ദൈവം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും, ഓരോ കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോഴും നമ്മൾക്ക് വേണ്ടി, നമ്മൾക്കൊരു മാതൃകയ്ക്ക് വേണ്ടിയാണ്. യേശുക്രിസ്തു നമ്മൾക്ക് വേണ്ടി ഒരു മാതൃകയാണ്, നമ്മൾക്ക് മാതൃകാപരമായിട്ടുള്ള ജീവിതമാണ് നമ്മൾക്ക് വേണ്ടി മുമ്പിൽ വെച്ചിരുന്നത്. അപ്പൊ എബ്രായർ ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, യേശുക്രിസ്തു നമ്മളെപ്പോലെ തന്നെ എല്ലാ രീതിയിലും ടെംപ്റ്റഡ് ആയിരുന്നു, പക്ഷെ ഒരിക്കൽ പോലും സിൻ ചെയ്തില്ല. അതെങ്ങനെയാണ് നമുക്ക് സാധിക്കുന്നത് എന്നതിനെ പറ്റിയാണ്. ഇനിയിപ്പോ യേശു ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ്, വചനമാണ്, ദൈവത്തിന്റെ വചനമാണ്. അപ്പൊ ദൈവത്തിന്റെ വചനം കൊണ്ടാണ് പിശാചിനെ തകർത്തത്, അല്ല അവന് ഓടിച്ചത് ദൈവത്തിന്റെ വചനം കൊണ്ടാണ്. ഇനി അടുത്ത കാര്യം എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, ദൈവത്തിന്റെ വചനം വെറുതെ എടുത്ത് ഒരു വ്യക്തി ഉപയോഗിക്കുകയാണെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി ഹോളി സ്പിരിറ്റിനാൽ നയിക്കപ്പെടുന്ന വ്യക്തി അല്ലെങ്കിൽ, ആ വ്യക്തി യേശുക്രിസ്തുവിലല്ല ജീവിക്കുന്നെങ്കിൽ, ആ വ്യക്തിന്റെ ഉള്ളിൽ ഹോളി സ്പിരിറ്റ് അല്ല എങ്കിൽ, ജഡത്തിന്റെ രീതിയിലുള്ള ജീവിതമാണ് നയിക്കുന്നത്. വിശ്വാസിയാണെങ്കിൽ പോലും, യേശുവിലുള്ള വിശ്വാസിയാണെങ്കിൽ പോലും ജഡത്തിന്റെ രീതിയിൽ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി വെറുതെ യേശുവിന്റെ വചനം എടുത്ത് എന്താ പറയുന്നത്, ദൈവത്തിന്റെ വചനം എടുത്ത് പിശാചിനെതിരായിട്ട് ഉപയോഗിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പിശാച് അതുകൊണ്ട് മൈൻഡ് ചെയ്യത്തില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിശാചും ദൈവത്തിന്റെ വചനവുമായിട്ട് യേശുക്രിസ്തുവിനെ വന്ന് മുട്ടിക്കൊണ്ടിരിക്കുന്നു അല്ലെ. അവൻ പറയുന്ന വചനം എന്താ പറയുക, ഹോളി സ്പിരിറ്റ് ഗോഡ് ഇല്ല, ഹോളി സ്പിരിറ്റ് ഗോഡ് കൊണ്ടല്ല അവൻ വചനം ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ എന്താ പറയുക, ഈ ലോകത്തിന്റെ പരമായിട്ടുള്ള ജീവൻ നയിക്കുന്ന വിശ്വാസികൾക്ക് പോലും, ദൈവത്തില് വിശ്വാസികൾക്ക് പോലും, ചർച്ചിലൊക്കെ പോകും പക്ഷെ ലോകത്തിന്റെ പരമായിട്ട് ജീവിക്കുന്ന വ്യക്തികൾക്കും ദൈവത്തിന്റെ വചനം എടുത്ത് വെറുതെ ഉപയോഗിക്കുമല്ലോ, പിശാചിനെ എതിരായിട്ട്
ഉപയോഗിക്കും, പക്ഷെ അതുകൊണ്ട് പ്രയോജനമില്ല, അല്ലെ? ഇവിടെ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത് പിതാവിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനം കൊണ്ടുമായി ഒരു വ്യക്തി ജീവിക്കത്തുള്ളൂ എന്ന് പറയുമ്പോൾ ക്രിസ്തു പറഞ്ഞ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പിതാവിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം യേശുക്രിസ്തു വെറുതെ ഒരു വാക്കെടുത്ത് ഉപയോഗിക്കുമായിരുന്നില്ല. യേശുവിന്റെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്ക്. യേശു താൻ ഈ ലോകത്തുണ്ടായിരുന്ന സമയത്ത് ഇപ്പോഴും എന്തെങ്കിലും കാര്യം ചെയ്യണമെങ്കിൽ അത് പിതാവ് ചെയ്യുന്നത് മാത്രമേ ചെയ്യത്തുള്ളൂ. പിതാവ് ചെയ്യുന്നത് കാണുന്നത് മാത്രമേ ചെയ്യത്തുള്ളൂ. പിതാവ് ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യത്തുള്ളൂ. പിതാവ് സംസാരിക്കാൻ പറയുന്ന കാര്യങ്ങൾ മാത്രമേ സംസാരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യേശുവിന്റെ ജീവിതം കംപ്ലീറ്റ്ലി ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുത്ത ദൈവത്തിന് സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ജീവിതമായിരുന്നു. അങ്ങനെ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയെ പറ്റിയാണ് യേശു പറഞ്ഞിരിക്കുന്നത്. ആ വ്യക്തി ജീവിക്കുന്നത് പിതാവിൽ നിന്ന് വരുന്ന വാക്കുകൾ കൊണ്ട് മാത്രമാണ്, അല്ലെ? ആ വ്യക്തിയുടെ ആത്മാവ്, നമുക്ക് ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനാണ് ആവശ്യമെങ്കിൽ ആത്മാവ് ജീവിക്കണമെങ്കിൽ പിതാവിന്റെ ആത്മാവാണല്ലോ റിയൽ ആയിട്ടുള്ള നമ്മൾ, അല്ലെ? ആ റിയൽ ആയിട്ടുള്ള നമ്മൾ ജീവിക്കുന്നത് പിതാവിൽ നിന്ന് വരുന്ന വാക്കുകൾ കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെയാകുമ്പം യേശു ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാല് നിങ്ങൾ ദൈവത്തിന് സബ്മിറ്റ് ചെയ്യൂ, സബ്മിറ്റ് ചെയ്തിട്ട് നിങ്ങൾ പിശാചിനെ എതിർക്കൂ, അല്ലെ? യാക്കോബ് എഴുതിയ ലേഖനത്തെ 4-ാമത്തെ ചാപ്റ്ററിൽ അങ്ങനെയല്ലേ പറഞ്ഞു. 7-ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നമ്മള് പിതാവിന് ദൈവത്തിൽ സബ്മിറ്റ് ചെയ്ത് ദൈവത്തില് നമ്മുടെ ജീവിതത്തിന് അടിയറവ് വെക്കുക, അല്ലെ? നമുക്ക് നമ്മുടേതായിട്ട് ഒന്നും ഇല്ലാതിരിക്കട്ടെ, എന്നിട്ട് ഈ പിശാചിനെ എതിർക്ക്, എന്നിട്ട് നമ്മള് ദൈവത്തിന്റെ വചനം എടുത്ത് പിശാചിന് എതിരായിട്ട് സംസാരിക്കുക. അപ്പൊ ഇവൻ ഓടിപ്പോക്കുള്ളൂ. ദൈവത്തിൽ നിന്ന് സബ്മിറ്റ് ചെയ്യാത്ത ഒരു ജീവിതമാണെങ്കിൽ, ദൈവത്തിലല്ലാത്ത യേശുക്രിസ്തുവിലല്ലാത്ത ഒരു ജീവിതമാണ് നമ്മൾ നയിക്കുന്നെങ്കിൽ, ഹോളി സ്പിരിറ്റ് കൊണ്ട് ലീഡ് ചെയ്യപ്പെടുന്ന ഒരു ജീവിതമാണ് നമ്മൾ ചെയ്യാത്തൊരു ജീവിതമാണ് നമ്മൾ നയിക്കുന്നതെങ്കിൽ, യേശുക്രിസ്തുവിലല്ല എങ്കിൽ നമ്മൾ ഈ വചനം എടുത്ത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിശാച് പോകത്തില്ല. അവൻ തിരിച്ചടുത്ത വചനം കൊണ്ട് വരും. നമ്മൾ കൺഫ്യൂസ്ഡ് ആകും, നമ്മൾ തന്നെ ഈൽഡായി പോകും, അല്ലെ? നമ്മൾ തന്നെ അവന്റെ അടിയറ പറഞ്ഞു പോകും. പക്ഷെ യേശുക്രിസ്തുവിൽ ഉള്ള വ്യക്തിയാണെങ്കിൽ ഹോളി സ്പിരിറ്റ് ആണ് നമ്മൾ വഴി ഈ എന്താ പറയുക, നമ്മൾ വെറും ഒരു ദൈവത്തിന്റെ ഒരു മൗത്ത് പീസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട്, അല്ലെ? അത് ദൈവത്തിന്റെ ഒരു ഇൻസ്ട്രുമെന്റ് മാത്രമാണെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ കയ്യിൽ ഒരു ആയുധം മാത്രമാണ്. ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മൾ വഴി വചനം പറയുമ്പോൾ പിശാചിന് അത് എതിർത്ത് നിൽക്കാൻ സാധിക്കത്തില്ല. അതാണ് യേശുവിന്റെ ജീവിതത്തെ സംബന്ധിച്ച്. യേശു ക്രിസ്തു ഹോളി സ്പിരിറ്റ് ഗോഡ് കൊണ്ട് മനുഷ്യനായിരുന്നെങ്കിൽ പോലും ഹോളി സ്പിരിറ്റ് ഗോഡ് കൊണ്ട് നിറഞ്ഞിരിക്കുവായിരുന്നു, അല്ലെ? ഇനി ഇവിടെ പിന്നെ എന്താന്ന് വെച്ചാല് പിന്നെയും പിശാച് അവന്റെ പിന്നെ അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദേവാലയത്തിന്റെ അഗ്രത്തിൽ നിർത്തി, നീ ദൈവപുത്രൻ. 5-ാമത്തെ വാക്കോട്ട് വായിക്കുവാണ്. 5-ാമത്തെ വാക്കോട്ട് ഇങ്ങനെ പറയുന്നത്, പിന്നെ പിശാച് അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദേവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവപുത്രൻ എങ്കിൽ താഴേക്ക് ചാടുക, നിന്നെക്കുറിച്ച് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവൻ നിന്റെ കാൽ കല്ലിനോട് തട്ടാത്തവണ്ണം നിന്റെ കയ്യിൽ താങ്ങിക്കൊള്ളും തന്റെ കയ്യിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതിയിരിക്കുന്നുല്ലോ എന്ന് പറഞ്ഞു. യേശു അവനോട്, നിന്റെ ദൈവമായി കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന, പിന്നെ പിശാച് അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദേവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തി. ഇത് ഫിസിക്കലായിട്ട് യേശുക്രിസ്തുവിനെ കൊണ്ട് ദേവാലയത്തിന്റെ അഗ്രത്തിന്റെ ടോപ്പിൽ കൊണ്ട് നിർത്തിയെന്നല്ല പറയുന്നത്. ഇതെന്താ പറയുന്നത് വെച്ചാല് മനസ്സിലാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. മനസ്സിൽ ഓരോ തോന്നലോട് കൊണ്ടുവരുവാണ്. അപ്പൊ മനസ്സിലാണ് മനസ്സിനെയാണ് കൊണ്ട് എന്താ പറയാ ആ ദേവാലയത്തിന്റെ അഗ്രത്തെ ടോപ്പിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. എന്നിട്ടാണ് പറഞ്ഞ ചാടാൻ പറഞ്ഞത്, അല്ലെ? പ്രൗഡ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞു, ജീവിതത്തിന്റെ അഹങ്കാരം, എനിക്ക് എന്തുമാകാം എന്നുള്ള ഒരു കാര്യം, അല്ലെ? അപ്പൊ അതിനെ പറഞ്ഞ നീ ചാടിക്കോ എന്ന് പിശാച് പറഞ്ഞിരിക്കുന്നത്. ഒരു വ്യക്തിന്റെ മനസ്സിനെ ഇവിടെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യേശുവിന്റെ മനസ്സിലാണ് ഇതെല്ലാം പിശാച് കൊണ്ടിട്ടത്. അപ്പൊ ഒരു വ്യക്തിന്റെ മനസ്സിനെ പിടിച്ചെടുക്കാൻ പിശാചിന് കഴിയുകയാണെങ്കിൽ ആ വ്യക്തിന്റെ മുകളിൽ അവന് ജയം കിട്ടി എന്നാണ് അത് എന്താ പറയാ അതുകൊണ്ട് മനസ്സിലാക്കുന്നത്. എന്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് എങ്ങനെയിരിക്കും അതുപോലെ ആയിരിക്കും നമ്മുടെ ജീവിതം. നമ്മുടെ മനസ്സിൽ ഒരുപാട് സങ്കടങ്ങളും എന്താ പറയാ ദുഃഖങ്ങളും പേടിയും പരിഭ്രമവും അങ്ങനെയൊക്കെ ആയിട്ട് നടക്കുന്നവരാണെങ്കിൽ അതുപോലെ ആയിരിക്കും നമ്മുടെ ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളും. എന്നും പേടിയായിരിക്കും, എന്നും ദുഃഖമായിരിക്കും, അങ്ങനെയായിരിക്കും. പക്ഷെ നമുക്ക് നല്ല സന്തോഷമുള്ള ഒരു മനസ്സാണ് ഉള്ളതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ചുറുചുറുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അല്ലെ? ഒരു വ്യക്തിന്റെ മനസ്സ് പിശാച്
കൈയടക്കി കഴിഞ്ഞാല് ആ വ്യക്തിനെ കൊണ്ടുപോകുന്ന വഴി, അവൻ പറയുന്ന വഴി കൂടെ ഒക്കെ നടത്താൻ പറ്റും അല്ലെ. ഓരോ ഈ ഡ്രഗ് അഡിക്റ്റുകളായിരിക്കുന്ന വ്യക്തികളൊക്കെ, ഓരോ കാര്യത്തിന് അഡിക്ഷൻ ഉള്ള ആൾക്കാർ അല്ലെ, അടിമപ്പെട്ടു പോയിരിക്കുന്ന ആൾക്കാരുടെ എല്ലാം മനസ്സിനെ ഈ പിശാച് കൈയടക്കി വെച്ചിരിക്കുക. സ്ട്രോങ് ഹോൾഡുകൾ എന്ന് പറയാം. അപ്പൊ അതിങ്ങനെ കൈയടക്കി വെച്ചിരിക്കുക. അപ്പൊ അവൻ അവരുടെ മനസ്സ് വഴി വ്യക്തികളെ ഇങ്ങനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ അവൻ യേശുവിന്റെ മനസ്സിനെ കൈയടക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ മനസ്സിൽ അവനിങ്ങനെ കാണിച്ചു കൊടുക്കുക, എന്താ പറയുക, ഒരു ഈ ദേവാലയത്തിന്റെ, ജെറുസലേം ദേവാലയത്തിന്റെ ടോപ്പിൽ കൊണ്ട് നിർത്തിയിട്ട്, മനസ്സിൽ അത് ഇമാജിനേഷൻ അല്ലെ, മനസ്സിൽ നിർത്തുക എന്ന് പറഞ്ഞ ഇമാജിനേഷൻ, ഓരോ ചിന്തകൾ അല്ലെ, ഇമാജിനേഷൻ വഴി അവൻ കാണിച്ചു കൊടുക്കുന്നു, ഈ താഴേക്ക് ചാടിക്കൊള്ളും എന്ന് പറയുക. അപ്പൊ ഇവൻ ഇവിടെ മറന്നല്ല, എന്താ പറയാ, ഇവിടെ 6ാമത്തെ വാക്ക് പറഞ്ഞു, നിന്നെക്കുറിച്ച് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവൻ നിന്റെ കാൽ കല്ലിനോട് തട്ടാതോണം നിന്റെ കയ്യിൽ താങ്ങിക്കൊള്ളും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് സങ്കീർത്തനം 91 സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്കാണ്. 11ഉം 12ാമത്തെ വാക്കാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇവൻ പിശാച് മനഃപൂർവ്വം പറയാതിരുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, സങ്കീർത്തനത്തിന്റെ 91ാമത്തെ സങ്കീർത്തനത്തിലെ 13ാമത്തെ വാക്യം മനഃപൂർവ്വം പറഞ്ഞില്ല. എങ്ങനെ പറഞ്ഞിരിക്കുന്നു വെച്ചാല്, സിംഹത്തിന്മേലും അണലിയന്മേൽ നീ ചവിട്ടും, ബാലസിംഹത്തിന്മേലും പെരുമ്പാമ്പിന്മേൽ നീ മതിച്ചു കളയും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് സേറ്റൻ ആ ഒരു കാര്യം അങ്ങ് ഒഴിവാക്കിയേക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യേശുക്രിസ്തു പിശാചിന്റെ തല ചവിട്ടി പൊളിക്കും എന്നുള്ള കാര്യം അവനങ്ങ് ആ ഒരു വാക്യം ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിൽ പറഞ്ഞിരിക്കുക. ദൈവം യേശുക്രിസ്തു നമുക്കും പറഞ്ഞിട്ടുണ്ട്. ലൂക്കോസ് സുവിശേഷന്റെ 10ാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾക്കും അവകാശം തന്നിട്ടുണ്ട്. പാമ്പിന്റെയും തേളിന്റെയും തലയിൽ, സിംഹത്തിന്റെ അല്ല, പാമ്പിന്റെയും തേളിന്റെയും തലയിൽ ചവിട്ടാന് ഉള്ള അധികാരവും അവകാശവും നമുക്ക് നമ്മുടെ ദൈവം തന്നിട്ടുണ്ട്. പിശാചിന്റെ സകല വിധത്തിലുള്ള ശക്തിക്കും എതിരായിട്ട് നിൽക്കാനുള്ള അവകാശം നമ്മുടെ ദൈവം തന്നിട്ടുണ്ട്. ഇവിടെ യേശുവിനെ വന്ന് അവൻ ടെംപ്റ്റേഷൻ കൊടുക്കുമ്പോ, പ്രലോഭിപ്പിക്കുമ്പോ അവൻ ആ വാക്ക് പറഞ്ഞിട്ടില്ല അല്ലെ. അപ്പൊ മനഃപൂർവ്വം എന്താ പറയുക, അവൻ വളച്ചൊടിച്ച് വാക്കിനെ അവൻ പറയും. നമ്മൾ വിചാരിക്കും, ഇതൊക്കെ കണ്ടു കഴിയുമ്പോ സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾ വിചാരിക്കും, എന്താ നേരാണല്ലോ, പറഞ്ഞിട്ടുണ്ടല്ലോ, നീ എന്താ പറയാ, മാലാഖമാരെ നിനക്ക് ചാർജ് ആയിട്ട് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ചാടിയേക്കലും കുഴപ്പമില്ലല്ലോ, അങ്ങനെയൊന്ന് സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ് വിചാരിക്കും. പക്ഷെ യേശുവിന് എന്താ പറയാ, ദൈവികമായിട്ടുള്ള ബുദ്ധി ഉള്ളത് കൊണ്ട് യേശുവിന്റെ കാര്യം പിടിയിട്ട് ഇങ്ങനെയല്ലല്ലോ കാര്യം അല്ലെ എന്ന് എഴുതിയിരിക്കുന്നു. നിന്റെ ദൈവത്തെ പരീക്ഷിക്കരുത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവൻ സങ്കീർത്തനത്തിൽ എന്ന് പറയുമ്പോൾ, അതായത് ഓൾഡ് ടെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ, യേശു ഓൾഡ് ടെസ്റ്റ്മെന്റ് തന്നെയാണ് ഈ പിശാചിനെ എതിരായിട്ട് പറയുന്നത്. അതാ പറഞ്ഞ, ദൈവത്തിന്റെ വചനം എടുത്ത് നമ്മൾക്ക് എതിരായിട്ട് പിശാച് യൂസ് ചെയ്യും. അപ്പൊ നമുക്ക് കിട്ടുന്ന വചനം ദൈവത്തിൽ നിന്നാന്നുള്ള കാര്യം തന്നെ നമ്മളത് കൺഫർമേഷൻ ദൈവത്തിൽ നിന്ന് എടുക്കുക. ഇത് ദൈവമേ, അങ്ങിൽ നിന്നാണെങ്കിൽ എന്നോട് ഇത് പിന്നെയും പറയണമേ അല്ലെ. അത് എന്താ പറയാ, കൺഫർമേഷൻ എടുക്കുക. അല്ലെങ്കിൽ നമ്മൾ തന്നെ പ്രശ്നത്തിലായി പോകും. ദൈവം പറയാത്ത കാര്യമാണ്, ദൈവം വിചാരിക്കാത്ത കാര്യമാണെങ്കിൽ അല്ലെ, നമ്മൾ തന്നെ പ്രശ്നത്തിലാകും. പിന്നെ 7ാമത്തെ വാക്ക് പറഞ്ഞത്, യേശു അവനോട് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്ന് കൂടെ എഴുതിയിരിക്കുന്നു. 8ാമത്തെ വാക്ക് പറയാം, പിന്നെ പിശാചു അവനെ ഏറ്റവും ഉയർന്നൊരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു. വീണു എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെ നിനക്ക് തരാം എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ചു അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പിശാചു അവനെ വിട്ടുപോയി. ദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു. അപ്പൊ പിശാച് യേശുവിനെ പിന്നെ മനസ്സിൽ എന്താ പറയുക, ഒരു ഇമാജിനേഷൻ കൊടുക്കുവല്ലേ, എന്താ പറയുക, ഒരു വലിയൊരു മലമുകളിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നെ നീ വീണ് നമസ്കരിക്കുവാണെങ്കിൽ ഈ ലോകത്തോട് സകല കാര്യങ്ങളും നിനക്ക് ഞാൻ തരാം. ദൈവം സൃഷ്ടിച്ച ദൈവത്തോട് പറഞ്ഞതാണ് ഇവനിത്. പിശാച് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവൻ എങ്ങനെ ഇത് പറയാനുള്ള ഒഡാസിറ്റി കിട്ടി, ഇവൻ എങ്ങനെ ഇതിനുള്ള ധൈര്യം കിട്ടി എന്ന് വിചാരിക്കുവാണ്. യേശുക്രിസ്തു നിനക്ക് ഇത് പറയാനുള്ള അവകാശമില്ലല്ലോ, ഇത് നിന്റെ സ്വത്തല്ലല്ലോ എന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ എന്തുകൊണ്ടാണ് പറയാതിരുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് നേരത്തെ വായിച്ച 37-ാമത്തെ ചാപ്റ്റർ 26 തൊട്ട് 28 വരെയുള്ള വാക്കുകള് ദൈവം മനുഷ്യനോട് പറഞ്ഞത് ഈ ലോകത്തെ, ഈ ഭൂമിയെ മൊത്തം അടക്കി വാഴുക എന്ന് പറഞ്ഞ് നമുക്ക് അവകാശം തന്നിരുന്നപ്പോൾ, ആദവും ഹവയും പാപം ചെയ്തപ്പോൾ, ആ പാപം ചെയ്തതിന്റെ ഫലമായിട്ട് ആ അവകാശം
പിശാചിന് എഴുതി കൊടുക്കുകയാണ് ചെയ്തത് അല്ലെ. പിശാചിന്റെ കയ്യിൽ ആ പോവുക ചെയ്തത്. അപ്പൊ അങ്ങനെയാകുമ്പോ യേശു ഇവിടെ ഇല്ല നിനക്ക് അവകാശമില്ലെന്ന് പറയാതിരുന്നതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവകാശം പിശാചിന്റെ കയ്യിലാണ്. പിശാചിനെ താഴ്ന്ന് നമസ്കരിക്കുന്നവരെ അവനെ ആരാധിക്കുന്ന വ്യക്തികൾക്ക് അവൻ സകലത് കൊടുക്കുക തന്നെ ചെയ്യും. അപ്പൊ നമ്മൾ ലോകത്തിലായിരിക്കുമ്പോ നമ്മൾ യേശുവിന്റെ കൂടെ അല്ല എങ്കിൽ ഓട്ടോമാറ്റിക്കലി പിശാചിന്റെ കൂടെയാണ്. അപ്പൊ നമ്മളെ ചുറ്റോട് നിൽക്കുന്ന ആൾക്കാർക്ക് ജീവിതത്തിൽ വളരെയധികം പ്രോസ്പെരിറ്റി ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മള് വിചാരിക്കുന്നത് ദൈവം അനുഗ്രഹിക്കുന്ന അവരൊക്കെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തികളാണെന്ന് വിചാരിക്കാൻ പോകുന്നത്. കാരണം അവരുടെ ജീവിതത്തിൽ യേശുക്രിസ്തു ഇല്ല എങ്കിൽ ആ വ്യക്തികള് പിശാചിന്റെ പിടിയിലാണ്. അവന്റെ താളത്തിനൊത്ത് അവരെ തുള്ളിക്കാൻ വേണ്ടി അവരുടെ ആത്മാക്കളെ പിടിച്ചു വെക്കുന്നതിന് വേണ്ടി അവന്റേതായിട്ടുള്ള അനുഗ്രഹമാണ് നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹമല്ല. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തു വില കൊടുത്തും എന്താ പറയുക മനുഷ്യന്റെ എന്തു വില കൊടുത്തും മനുഷ്യന്റെ ആത്മാവ് ഈ ലോകം സകലം ഒരു വ്യക്തിയുടെ ആത്മാവ് ഈ ലോകത്തുള്ള സകലതിനേക്കാളും വിലയുള്ളതാണ് അല്ലെ. യേശു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഈ ലോകത്തിലെ സകലതും കിട്ടിയിട്ടും നിന്റെ ആത്മാവിന് നിനക്ക് കിട്ടിയില്ല എന്ത് പ്രയോജനം. കാരണം അതെന്താ വെച്ചാല് ഈ ലോകത്തുള്ള സകല നന്മയും കിട്ടുവാണെങ്കിൽ പോലും ലോകത്തുള്ള സകല കാര്യങ്ങളും നമുക്ക് കിട്ടുവാണെങ്കിൽ പോലും സകല പണവും പദവിയും കിട്ടുവാണെങ്കിൽ പോലും അതിന് നമ്മളുടെ ഒരു വ്യക്തിയുടെ ആത്മാവിനോളം വിലയില്ല അല്ലെ. അപ്പൊ ഇവിടെ പിശാച് വ്യക്തികളുടെ ആത്മാക്കളെ പിടിച്ചു വെച്ചുകൊണ്ട് അവരെ ആത്മാക്കളുടെ കൈയടക്കുന്നതിന് വേണ്ടി പല രീതിയിലുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കും. അവർക്ക് പണം കൊടുക്കും, അവർക്ക് ഫെയിം കൊടുക്കും അല്ലെ. അവര് വലിയ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആക്കി വെക്കും. ഹോളിവുഡിലൊക്കെ പല സിംഗേഴ്സും അല്ലെ അവരെല്ലാം പിശാചിന്റെ പിടിയിലാണ്. പലരെയും പറ്റി പറഞ്ഞു കേൾക്കുന്നത് അങ്ങനെയാണ്. അവർക്ക് പലതരത്തിലുള്ള മന്ത്രവാദങ്ങളും എന്താ പറയുക വിച്ച് ക്രാഫ്റ്റ് എന്ന് പറയും വിച്ച് ക്രാഫ്റ്റുകളൊക്കെ അവർ നടത്തുന്ന ആൾക്കാർ പലതരത്തിലുള്ള പിശാചുക്കളുടെ പിടിയിലായിരിക്കുന്ന വ്യക്തികളാണ് ഹോളിവുഡിലൊക്കെ പല നടന്മാരും നടിമാരും ഒക്കെ എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത് സത്യമാണ് താനും. അപ്പോ ഒരു വ്യക്തിയുടെ ആത്മാവിന് വളരെയധികം വിലയുണ്ട്. അപ്പൊ ഇവിടെ പിശാച് പറഞ്ഞിരിക്കുക യേശുവിനോട് നീ എന്നെ നമസ്കരിക്കുവാണ് ഞാൻ ഇതെല്ലാം തരുമെന്ന്. അപ്പൊ എനിക്കെന്തായാലും പറയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ആ ഒരു നമ്മളുടെ ജീവിതത്തിലേക്ക് വാക്കുകളുമായിട്ട് ഇവൻ വരും പല രീതിയിൽ. യേശുവിന്റെ ദൈവത്തിന്റെ വചനം തന്നെ എടുത്തിട്ട് അത് വളച്ചൊടിച്ച് നമ്മുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി വരും. അപ്പൊ നമ്മള് എന്താ പറയുക വളരെയധികം കെയർഫുൾ ആയിരിക്കുക. പ്രത്യേകിച്ച് നമ്മളുടെ വല്ലാത്ത അവസ്ഥയെ കൂടെ നമ്മൾ കടന്നു പോകുമ്പോ ജീവിതത്തിന്റെ പ്രശ്നത്തിൽ നടുക്കൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും പിശാച് വന്നിരിക്കും. തീർച്ചയായിട്ടും മനുഷ്യന്റെ ആ അവസ്ഥ ഇവൻ തീർച്ചയായിട്ടും ഉപയോഗിക്കും മനുഷ്യൻ നശിപ്പിക്കുന്നതിന് വേണ്ടി. അപ്പൊ നമ്മളുടെ ദൈവത്തോട് വളരെയധികം ഒട്ടി നിൽക്കുന്നവരായിരിക്കും. ദൈവത്തില് സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ജീവിതമായിരിക്കും. ദൈവത്തിൽ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ജീവിതമല്ല എങ്കിൽ നമ്മൾ എത്രമാത്രം പിശാചിനെ എതിർത്ത് നിൽക്കാൻ ശ്രമിച്ചാലും വലിയ കാര്യങ്ങൾ നമ്മൾ വീണു പോവുക തന്നെ ചെയ്യും. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു ജീവിതമായിരിക്കും. ദൈവത്തിലായിരിക്കും, യേശുക്രിസ്തുവിലായിരിക്കും, യേശുക്രിസ്തുവിനെ സ്നേഹിക്കുക വളരെയധികം. അപ്പൊ നമ്മൾ ടെംപ്റ്റേഷനിൽ ആയി പോകത്തില്ല. അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ച് നിർത്താം. കർത്താവെ സമയത്തെ നന്ദി പറയുന്നത് കർത്താവ് അങ്ങനെ പോലെ ഒരു ദൈവമില്ല. അങ്ങനെ സ്നേഹത്തോളം വരുന്ന ഒരു സ്നേഹവുമില്ല കർത്താവെ. അങ്ങയിലായിരിക്കാൻ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന അപേക്ഷിക്കുന്നു. അങ്ങയിലേക്ക് സബ്മിറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന അപേക്ഷിക്കുന്നു. യേശുവിൻ നാമത്തിൽ കർത്താവ് പിശാച് വരുമ്പോൾ ടെംപ്റ്റേഷൻ ഒന്ന് അകപ്പെട്ടു പോകാതെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന അപേക്ഷിക്കുന്നു. താങ്ക് യു ജീസസ്. അങ്ങനെ സ്നേഹിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തന്നെ അപേക്ഷിക്കുന്നു. എന്നെ കേട്ടോണ്ടിരിക്കുന്ന ഓരോ വ്യക്തിനോട് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹിക്കണം എന്ന് അപേക്ഷിക്കുന്നു. യേശുവിൻ നാമത്തിൽ ആമേൻ. നിങ്ങളുടെ ദൈവത്തിന് നാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ.